നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ രണ്ടാമത്തെ ഏകദിനം നാളെ അഡലെയ്ഡിൽ നടക്കുകയാണ്. അഡലെയ്ഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വളരെ അധികം മധുരതരമായ ഓർമ്മകളുള്ള ഗ്രൗണ്ടാണ്. വിരാട് കോഹ്ലിക്ക് പ്രത്യേകിച്ചും. അവിടെ മാത്രം അദ്ദേഹം 5 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് വ്യത്യസ്ത ഫോർമാറ്റുകളിലെ കളികളിൽ. കൂടാതെ അവിടെ ഏറ്റവും അധികം റൺസ് അടിച്ച വിസിറ്റിംഗ് പ്ലെയർ അദ്ദേഹമാണ്. ഇനി അതിനപ്പുറം ടീമിന് മൊത്തമായിട്ട് നോക്കിയാൽ ഇന്ത്യ ആർ അൺബീറ്റൺ ഇൻ ദെയർ ലാസ്റ്റ് 5 ODIs അറ്റ് അഡലെയ്ഡ് ഓവൽ. 2012 ഒരു ടൈ ഉണ്ടായിരുന്നു. ട്രൈ സീരീസിലെ ഒരു മത്സരത്തിൽ ഒരു ടൈ ഉണ്ടായിരുന്നു. അതൊഴികെ ബാക്കി 4 മത്സരങ്ങളും ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. നീണ്ട കാലമായിട്ട് ഇന്ത്യ അവിടെ പരാജയപ്പെട്ടിട്ടില്ല. വർഷങ്ങളായിട്ട് ഇന്ത്യ അവിടെ പരാജയപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൗണ്ടിലാണ് നാളത്തെ കളി നടക്കുന്നത്. നാളത്തെ മത്സരം രാവിലെ ഇന്ത്യൻ സമയം 9 മണിക്കാണ് ആരംഭിക്കുക. ഓസ്ട്രേലിയൻ ടീം കഴിഞ്ഞ മത്സരം വളരെ കംഫർട്ടബിളായിട്ട് ജയിച്ചു. മഴ പെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കളിയാണ്. പക്ഷേ അവർ വളരെ അനായാസം വിജയിച്ചു. ഈ കളിക്ക് ഇറങ്ങുമ്പോൾ ഓസ്ട്രേലിയ കൂടുതൽ കരുത്ത് കൂട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യ മത്സരത്തിന് അവൈലബിൾ അല്ലാതിരുന്ന അലക്സ് ക്യാരിയും സാംബയും തിരികെ എത്തുന്നു. അലക്സ് ക്യാരി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫിലിപ്പെ പുറത്തു പോകും. അലക്സ് ക്യാരി കഴിഞ്ഞ മത്സരം കളിക്കാതിരുന്ന ഷെഫീൽഡ് ഷീൽഡിൽ അദ്ദേഹത്തിന് കളിക്കാനുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഫസ്റ്റ് ചോയ്സ് വൈറ്റ് ബോൾ വിക്കറ്റ് കീപ്പറായിട്ടുള്ള ജോഷ് ഇംഗ്ലീസ് സ്റ്റിൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ കാഫ് ഇഞ്ചുറിയിൽ നിന്ന് മുക്തനായിട്ടില്ല. അതുകൊണ്ട് അലക്സ് ക്യാരി ഈ കളിയിൽ വിക്കറ്റ് കീപ്പറാവും. സാംബ കഴിഞ്ഞ കളിയിൽ അൺഅവൈലബിൾ ആയിരുന്നു. പെറ്റേണിറ്റി റീസൺ, അതാണ് അദ്ദേഹം അൺഅവൈലബിൾ ആവാനുള്ള കാരണം. ഇപ്പോൾ അദ്ദേഹം അവൈലബിൾ ആവുമ്പോൾ കുഞ്ഞമ്മൻ പുറത്തു പോകും എന്നത് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഓസ്ട്രേലിയയുടെ ഒരു പ്ലേയിങ് 11 പോസിബിൾ 11 നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. മിച്ചൽ മാർഷും ട്രാവിസ് ഹെഡും ചേർന്ന് ഓപ്പൺ ചെയ്യും. പിന്നാലെ മാത്യു ഷോട്ട്, അലക്സ് ക്യാരി, മാത്യു റെൻഷോ, കൂപ്പർ കനോലി, മിച്ചൽ ഓവൻ, മിച്ചൽ സ്റ്റാർക്ക്, നഥാൻ എല്ലിസ്, ജോഷ് ഹേസൽവുഡ്, ആദം സാംബ. കുറച്ചുകൂടി കരുത്തുറ്റൊരു ടീമായിട്ട് അവർ മാറുന്നു എന്നർത്ഥം. ഇന്ത്യയുടെ ഭാഗത്ത് കഴിഞ്ഞ കളി കളിച്ച സെയിം ബാറ്റിംഗ് ഓർഡർ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ടോപ്പ് 6 ഒരു മാറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലെഫ്റ്റ് ആം റിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവിനെ കളിപ്പിക്കുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തെ കളിപ്പിച്ചില്ല. അതിന് പകരം സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ അക്സറും അതുപോലെ വാഷിങ്ടൺ സുന്ദറും അവരുടെ ഓൾറൗണ്ട് എബിലിറ്റീസിൽ വിശ്വാസം അർപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ അവർ മോശമല്ലാത്ത ബൗളിംഗ് നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഡിലമ്മയിലാണ്. വാഷിങ്ടനെ മാറ്റി കുൽദീപിനെ ഇറക്കണോ? കുൽദീപിനെ ഇറക്കിയാൽ അത് ബാറ്റിംഗ് ഡെപ്തിന് ബുദ്ധിമുട്ടാവില്ലേ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നമുള്ളത് അഡലെയ്ഡ് ഓവൽ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഗ്രൗണ്ടല്ല, സ്മോളർ അഡലെയ്ഡ് ഓവൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്പിന്നറെ അങ്ങനെ ഇറക്കുമ്പോൾ ബാറ്റിംഗ് എബിലിറ്റി കൂടി ഇല്ലാത്തൊരു സ്പിന്നറെ ഇറക്കുമ്പോൾ അത് ടീമിൻ്റെ ബാലൻസിനെ ബാധിക്കുമെന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. പിന്നെ അർഷിദ് റാണയെ മാറ്റാനുള്ളൊരു സാധ്യത ഇപ്പോൾ ESPN ക്രിക്കറ്റ് ഇൻഫോ പോലെയുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്കറിയാം അർഷിദ് റാണ അത്ര ഒരു മികവിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂ ബോൾ സ്വിങ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉള്ളതുകൊണ്ട് പ്രസിദ്ധ് കൃഷ്ണക്ക് അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ബൗളിങ്ങിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അർഷിദിന് പകരം പ്രസിദ്ധ് കൃഷ്ണ, പിന്നെ വാഷിങ്ടന് പകരം കുൽദീപ് കളിച്ചേക്കാം. അക്കാര്യത്തിൽ അത്ര ഉറപ്പില്ല. എന്തായാലും ഇന്ത്യയുടെ ഒരു പ്രോബിൾ 11 നോക്കുമ്പോൾ ശുഭ്മൻ ഗില്ലും രോഹിത് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്താൽ പിന്നാലെ വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, അക്സർ പട്ടേൽ, ഇത്രയും ബാറ്റർമാരുടെ കാര്യം ഉറപ്പാണ്. ടോപ്പ് 6 മാറ്റമുണ്ടാവില്ല. നമ്പർ 7 വാഷിങ്ടൺ സുന്ദറോ കുൽദീപ് യാദവോ. അപ്പോൾ കുൽദീപ് ആണെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി നമ്പർ 7 കളിക്കും. പിന്നാലെ ആയിരിക്കും കുൽദീപ് വരിക. അതല്ല വാഷിങ്ടൺ ഉണ്ടെങ്കിൽ വാഷിങ്ടൺ നമ്പർ 7 നിതീഷ് നമ്പർ 8 വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഹർഷിദ് റാണ അല്ലെങ്കിൽ പ്രസിദ്ധ് കൃഷ്ണ. അപ്പോൾ ഈ 2 പൊസിഷനിലാണ് കൺഫ്യൂഷൻ ഉള്ളത്. ദെൻ നമ്പർ 10 ഹർഷ്ദീപ് സിംഗും നമ്പർ 11 മുഹമ്മദ് സിറാജും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ഒരു 11. എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഒരു മികച്ച പ്രകടനം നമ്മൾ ഇന്ത്യൻ ബാറ്റർമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എസ്പെഷ്യലി കോഹ്ലിയും രോഹിത്തും മിന്നിക്കളിക്കേണ്ടതുണ്ട്. അത് ക്രിക്കറ്റ് ലോകത്തിൻ്റെ മൊത്തം ഒരു ആവശ്യമാണ്. കുറേ നാളുകൾക്ക് കൂടിയാണ് അവർ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഈ സീരീസിൽ ഇറങ്ങിയത്. ആദ്യ കളി നിരാശപ്പെടുത്തി. ഈ കളിയിൽ മികവ് കാണിക്കാൻ പറ്റട്ടെ. കോഹ്ലിക്ക് ഒരു 54 റൺസ് കൂടി നേടാൻ കഴിഞ്ഞാൽ ODI റൺ ലിസ്റ്റിൽ
കുമാർ സംഘക്കാരെ മറികടന്ന് 2ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു റെക്കോർഡ് കൂടി അവിടെയുണ്ട്. ഒരു മൈൽ സ്റ്റോൺ അദ്ദേഹത്തെ കാത്തിരിപ്പുണ്ട്. ട്രാവിസ് ഹെഡിന് ഒരു 50 റൺസ് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 3000 ODI റൺസിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാർക്കിൻ്റെ കാര്യത്തിൽ ഒരു 5 വിക്കറ്റ് കൂടി അദ്ദേഹത്തിന് നേടാൻ പറ്റിയാൽ ഗ്ലെൻ മെഗ്ര, ബ്രെറ്റ് ലീ, ഷെയ്ൻ വോൺ ഇങ്ങനെയുള്ള എലൈറ്റ് ബൗളർമാരുടെ നിരയിലേക്ക് സ്റ്റാർക്ക് ഇപ്പോൾ എലൈറ്റ് അല്ല എന്നല്ല പറഞ്ഞത്, 250 ODI വിക്കറ്റ് ഉള്ളവരാണ് ഈ പറഞ്ഞവർ, ഗ്ലെൻ മെഗ്ര, ബ്രെറ്റ് ലീ, ഷെയ്ൻ വോൺ. അപ്പോൾ അവരുടെ ഒരു നിരയിലേക്ക് സ്റ്റാർക്കിനും എത്താൻ പറ്റും. സോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജനുവരി 2008 ശേഷം ഓസ്ട്രേലിയ അഡലൈഡിൽ ഇന്ത്യയെ ഏകദിനത്തിൽ പരാജയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഹോം എവേ ഫ്രം ഹോം എന്ന രൂപത്തിലാണ്, അല്ലെങ്കിൽ ഫോർട്രസ് എവേ ഫ്രം ഹോം എന്ന രൂപത്തിലാണ് ഇന്ത്യക്ക് അഡലൈഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ചൊരു പോരാട്ടം ഇന്ത്യൻ ടീം പുറത്തെടുക്കുമെന്ന് കരുതാം. പിന്നെ മഴ, അതുകൂടി സംസാരിക്കണമല്ലോ. കഴിഞ്ഞ കളിയിൽ നമുക്ക് മഴ വലിയ രൂപത്തിലൊരു ഇൻട്രപ്ഷൻ നമ്മുടെ ബാറ്റിങ്ങിൻ്റെ സമയത്ത് വന്നു. അത് നമ്മുടെ ബാറ്റിങ്ങിൻ്റെ ഫ്ലോയെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കളിയിലേക്കുള്ളൊരു ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കളിക്ക് മുമ്പ് അവിടെ മഴയുണ്ട്, അഡലൈഡിൽ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ SSCA ഗ്രൗണ്ട് സ്റ്റാഫ് വിക്കറ്റ് ഉണക്കുന്നതിന് വേണ്ടിയിട്ട് UV ലൈറ്റ്സൊക്കെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഏതായാലും ഒരു റിലീഫ് ഉള്ളത്, നാളത്തെ ദിവസത്തേക്ക് മഴ ഫോർകാസ്റ്റ് ചെയ്യുന്നില്ല. അതായത് വെതർ ഫോർകാസ്റ്റിൽ മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് കാണുന്നത്. അതേസമയം ഓവർകാസ്റ്റ് ആൻഡ് കൂൾ കണ്ടീഷനാണ് പ്രതീക്ഷിക്കുന്നതും. സോ അഡലൈഡിൽ നാളെ ഒരു വലിയ മഴയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല, കളി നടക്കുക തന്നെ ചെയ്യും. പിന്നെ ഈ കണ്ടീഷൻ ഒരു പക്ഷേ ബൗളർമാർക്ക് ഫേവറബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അഡലൈഡ് ഓവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു റിനൗണ്ട് ബാറ്റിംഗ് പാരഡൈസ് ആണ്. ഷോർട്ടർ ബൗണ്ടറീസ്, അതായത് സ്ക്വയർ ഓഫ് ദി വിക്കറ്റിൽ ഷോർട്ടർ ബൗണ്ടറീസ് ഉള്ള ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ റൺ ഒഴുകാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം നാളെ ഒരു സൂപ്പർ പോരാട്ടം കാണുന്നതിന് വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.